എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 8 ശ്ലോകം 41, 42, 43, 44, 45 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. യശോദമ്മ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് വിചാരിക്കണം, ഈശ്വരൻ തന്നെയായിരിക്കും എന്റെ ഈ ഉണ്ണിയായിട്ട് വന്നിരിക്കണം. ഇപ്പൊ ഈ ഐശ്വര്യ ലാഭം നിമിത്തം സകല ചരാചരങ്ങളെയും അവന്റെ ഉള്ളിൽ കാണിക്കണതായിരിക്കും എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിക്കണം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യാഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്ലോകം 41. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥോ യഥാവന്ന വിതർക്കഗോചരം ചേതോ മന കർമ്മവചോപിരഞ്ജസ യദാശ്രയം യേന തത പ്രതീയത്തെ സുദുർവിഭാവ്യം തഥാസ്മി തൽപദം. അതെ, ഈശ്വരൻ തന്നെയാവും ഈ ഉണ്ണി എന്ന് വിചാരിച്ച് നമസ്കരിക്കാണ്. ബുദ്ധി, മനസ്സ്, കർമ്മം, വാക്ക് ഇതുകൊണ്ടൊന്നും ഈ ഉണ്ണിയുടെ യഥാർത്ഥ തത്വം അനായാസേന ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല. ബുദ്ധി കൊണ്ടൊന്നും ഇവന്റെ യഥാർത്ഥമായിട്ട് തത്വം ഊഹിക്കാൻ പോലും സാധിക്കില്ല. യാതൊന്നിനെ അധിഷ്ഠാനമാക്കിയിട്ട് ഈ വിശ്വം നിലനിൽക്കുന്നു. ഈ വിശ്വം യാതൊന്നിന്റെ പ്രേരണയാൽ വ്യാപരിക്കുന്നു, യാതൊന്നിൽ ലയിക്കുന്നു. ഏതൊന്നിനെ കൊണ്ട് അറിയപ്പെടുന്നു ഇന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ആ ശ്രീനാരായണന്റെ പാദത്തെ ഞാൻ നമസ്കരിക്കുന്നു. ശരിക്കും ഉറപ്പിച്ചു ഭഗവാൻ തന്നെയാണ് വിചാരിച്ചിട്ട് യശോദമ്മ നമസ്കരിക്കണം. ഹം മമാസൗ പതിരേഷു മേ സുതോ വ്രജേശ്വരസ്യാഖില വിത്തപാസതി ഗോപ്യശ്ച ഗോപാ സഹഗോധനാശ്ച മേ യന്മായേത്ഥം കുമതി സമേ ഗതി. ഞാൻ യശോദ എന്നു പേരായവള്, നന്ദൻ എന്നു പേരായ ഇദ്ദേഹം എന്റെ ഭർത്താവ്, കൃഷ്ണൻ എന്നു പേരുള്ള ഈ കുട്ടി എന്റെ മകൻ, ഈ വ്രജത്തിനൊക്കെ എന്റെ ഭർത്താവ് നാഥൻ, അദ്ദേഹത്തിന്റെ മുതലിലെല്ലാം അതൊക്കെ എന്റെയാണ് ഇതെല്ലാം. ഞാൻ പതിവ്രത, പശുക്കളാകുന്ന ധനത്തോടുകൂടിയ ഈ ഗോപികളും ഗോപമാരും ഒക്കെ എന്റെ അധീനത്തില്. എങ്ങനെ ഞാനെന്നും എന്റേതെന്നുമുള്ള ഈ മോഹം യാതൊരു ഭഗവാന്റെ മായയാൽ ഉണ്ടാകുന്നുവോ ആ ശ്രീനാരായണൻ തന്നെ എനിക്ക് ശരണം. ആ ഭഗവാൻ തന്നെയാണ് എനിക്ക് ശരണം. അത് മാത്രമാണ് ശരണം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതും ജീവന് സംസാരഭീതി ജനിപ്പിക്കുന്നതും യാതൊരു ശ്രീനാരായണന്റെ അചിന്ത്യയായ മായ ആകുന്നുവോ ആ മായാധിനാഥനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് യശോദമ്മ നമസ്കരിക്കുകയാണ്. അപ്പോ ഭഗവാന് മനസ്സിലായി, അമ്മ ഇങ്ങനെ ഈ തത്വം മനസ്സിലാക്കിയിട്ട് അതുപോലെ ഇനി ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഭഗവാൻ വേഗം മാറ്റണം. ഇതം വിദിത തത്വായാം ഗോപികായാം സൈശ്വര വൈഷ്ണവീം വ്യദനോന്മായാം പുത്രസ്നേഹമയീം വിഭു. അപ്പോ ഭഗവാൻ ഇങ്ങനെ യശോദ ഇങ്ങനെ ആലോചിച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ എല്ലാം അറിഞ്ഞും എങ്ങും നിറഞ്ഞും ഇരിക്കുന്ന ഈശ്വരനായ ആ ശ്രീകൃഷ്ണൻ ഭഗവാൻ പുത്രസ്നേഹ സ്വരൂപമായിരിക്കുന്ന ആ തന്റെ മായാശക്തിയെ മാതാവിൽ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. വേഗം പെട്ടെന്ന് ഇതെന്റെ ഉണ്ണിയാ, ഇതെല്ലാം മറന്നു യശോദ. പിന്നെ അതിനു മുമ്പ് വിചാരിച്ചതൊക്കെ അങ്ങോട്ട് മറന്ന്, അയ്യോ എന്റെ ഉണ്ണിക്കണ്ണൻ എന്നങ്ങോട്ട് മനസ്സിലെ യശോദയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് തോന്നി. മായെല്ലാം അങ്ങോട്ട് പോയി. സദ്യോ നഷ്ടസ്മൃതിർ ഗോപി സാരോപ്യാരോഹമാത്മജം പ്രവൃദ്ധ സ്നേഹ കലില ഹൃദയാസീൽ യഥാ പുരാ. ഭഗവാന്റെ മായയുടെ ശക്തി നിമിത്തം യശോദയ്ക്കുണ്ടായ യഥാർത്ഥ ബോധം, ആ പുത്രനായ ഇവൻ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള അറിവ് ഭഗവാൻ അമ്മയിലെ ആ മാതൃസ്നേഹങ്ങളെ നിറച്ചപ്പോ അതങ്ങോട്ട് നശിച്ചു. ആ ബോധം, എന്റെ ഉണ്ണി, ഇതെന്റെ മകൻ. എത്ര നേരമായിട്ട് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കണു, ഞാൻ അടിക്കോ എന്റെ ശകാരിക്കോ എന്നൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കണു ഉണ്ണി. അങ്ങനെ ആ വിചാരം അങ്ങോട്ട് ഉള്ളിൽ കടന്നു. വേഗം ഉണ്ണി കരയണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്താണ്ട് മടിയിൽ വെച്ചു. പിന്നെയും കൂടുതലൊരു സ്നേഹം ഉണ്ണിയോട്. അങ്ങനെ വർദ്ധിച്ച പുത്രസ്നേഹത്തോടു കൂടി ആ ഹൃദയം അങ്ങോട്ട് നിറഞ്ഞു യശോദമ്മയുടെ. വേഗം വീണ്ടും അമ്മിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ത്രയ്യാച ഉപനിഷദ്ഭിശ്ച സാംഖ്യയോഗൈശ്ച സാത്വതൈ ഉപഗീയ
വേദമാനമാഹാത്മ്യം ഹരിം സാമന്യതാത്മജം. വേദങ്ങളിലെ ഇന്ദ്രാദി ദേവസ്വരൂപനായിട്ടും ഉപനിഷത്തുകളിലെ ബ്രഹ്മസ്വരൂപനായിട്ടും സാഖ്യശാസ്ത്രത്തിലെ പുരുഷനായിട്ടും യോഗശാസ്ത്രത്തിലെ പരമാത്മാവായിട്ടും പഞ്ചരാത്ര സംഹിതകളിൽ ഭഗവാനായിട്ടും കീർത്തിക്കപ്പെടുന്ന മഹാത്മ്യത്തോടുകൂടിയ ആ ശ്രീഹരിയെ മായാശക്തിയുടെ പ്രാഭവം കൊണ്ട് സ്വന്തം പുത്രനാണെന്ന് യശോദ വിചാരിച്ചു. ഭഗവാന്റെ മഹാത്മ്യം അത്ഭുതം തന്നെ. മായാശക്തിയുടെ ആ പ്രാബല്യം എങ്ങനെയാ വർണ്ണിക്കേണ്ടതെന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.